ഹായ്. ഈ വീഡിയോയിൽ നമ്മൾ ഫൊറിയർ കൊസൈൻ ആൻഡ് സൈൻ ട്രാൻസ്ഫോമിനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ വീഡിയോസിലെല്ലാം ഫൊറിയർ ഇന്റഗ്രൽസ് എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഫൊറിയർ ഇന്റഗ്രൽസ് നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഒരു നോൺ പീരിയോഡിക് ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ സൈൻ ആൻഡ് കൊസൈൻ വേവ്സിന്റെ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനി ഫൊറിയർ ട്രാൻസ്ഫോമിലേക്ക് വരുമ്പോൾ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ടു ഡിറ്റർമിൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് സൈൻ ആൻഡ് കൊസൈൻ വേവ്. അതായത് ഒരു ഫംഗ്ഷനിൽ എത്രമാത്രം സൈൻ ആൻഡ് കൊസൈൻ വേവ്സിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്ന് നമ്മളെ ഡിറ്റർമിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഫൊറിയർ ട്രാൻസ്ഫോം. അപ്പോൾ ഈ കോൺട്രിബ്യൂഷൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷനായ എഫ് ഓഫ് എക്സിനെ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം എന്നുള്ളത്. ഫൊറിയർ കൊസൈൻ ആൻഡ് സൈൻ ട്രാൻസ്ഫോം പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലാസ് ആണ് ഞാൻ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം എന്താണെന്ന് നോക്കാം. ഫൊറിയർ കൊസൈൻ ആൻഡ് സൈൻ ട്രാൻസ്ഫോമിലേക്ക് വരുമ്പോൾ ഈ 4 ഫോർമുലാസിൽ, അതായത് ഇൻവേഴ്സ് ആയിക്കോട്ടെ ട്രാൻസ്ഫോം ആയിക്കോട്ടെ, ഏത് ചോദിച്ചു കഴിഞ്ഞാലും അവിടെ നമ്മൾ ആദ്യം തന്നെ √2/π എന്നുള്ളൊരു ടേം ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇവിടെ ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അതിനെ നമ്മൾ എഫ് സി ഓഫ് ഒമേഗ എന്നാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. ഇനി √2/π ഇട്ട് കൊടുക്കുക. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കൊസൈൻ ട്രാൻസ്ഫോം ആയതുകൊണ്ട് തന്നെ അകത്ത് വരുന്നത് കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്നാണ്. അപ്പോൾ ഒരു കാര്യം ഓർത്തോളുക, ഇവിടെ നമ്മൾ ട്രാൻസ്ഫോം എന്ന് പറയുമ്പോൾ ഒമേഗയാണ് പുറത്ത് വരുന്നത്, ഇന്റഗ്രലിന്റെ അകത്ത് വരുന്നത് എക്സിന്റെ ടേംസ് ആയിരിക്കും. അപ്പൊ ഇൻവേഴ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഒറിജിനൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു √2/π എന്തായാലും ഇട്ട് കൊടുക്കുക. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, ഇവിടെ നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് എഫ് സി ഓഫ് ഒമേഗ കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ എന്നാണ്. അപ്പൊ ഇൻവേഴ്സ് ചോദിക്കുമ്പോൾ നമുക്ക് വേണ്ടത് എഫ് ഓഫ് എക്സ് ആണ്. ഇന്റഗ്രലിന്റെ അകത്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒമേഗയാണ്. അതായത് ഇങ്ങനെ ഇന്റർചേഞ്ച് ചെയ്താണ് ഇത് വരുന്നത്. ഇനി ഫോർമുല ഓർക്കാനായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. ഇവിടെ എഫ് സി ഓഫ് ഒമേഗയാണ് നമുക്ക് വേണ്ടതെങ്കിൽ അകത്ത് ഇന്റഗ്രലിന്റെ അകത്ത് എഫ് ഓഫ് എക്സ് ഇട്ട് കൊടുക്കുക. ഇൻവേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ അകത്ത് എഫ് സി ഓഫ് ഒമേഗ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തിരിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ ഇത് രണ്ടും ഓർത്തോളൂ. അപ്പോൾ ഈ സെയിം രീതിയിൽ തന്നെ നമുക്ക് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെയും അതുപോലെ ഇൻവേഴ്സ് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെയും ഫോർമുലാസ് പറയാനായിട്ട് പറ്റും. ഒരു ഡിഫറൻസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കോസിന്റെ സ്ഥാനത്തെല്ലാം സൈൻ ഇട്ട് കൊടുക്കുക. അതുപോലെ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ നൊട്ടേഷൻ വരുന്നത് എഫ് എസ് ഓഫ് ഒമേഗ എന്നാണ്. അപ്പൊ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന 4 ഫോർമുലാസും കൃത്യമായിട്ട് പഠിച്ചുകൊള്ളുക. ഈ 4 ഫോർമുലാസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിലെ എല്ലാ പ്രോബ്ലംസും ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എ എക്സ് ആണ്. അപ്പോൾ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല നമുക്ക് ആദ്യം തന്നെ എഴുതാം. സൈൻ ട്രാൻസ്ഫോമിന്റെ നൊട്ടേഷൻ എങ്ങനെയാണ് വരുന്നത്? സ്മോൾ എഫ് എസ് ഓഫ് ഒമേഗ ഈക്വൽ ടു √2/π ഇട്ട് കൊടുക്കുക. ഇനി ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, പുറത്ത് നമ്മുടെ ഒമേഗയുടെ ടേം ആണ് കിടക്കുന്നത്. അപ്പോൾ അകത്ത് ഞാൻ പറഞ്ഞു എക്സിന്റെ ടേംസ് ആയിരിക്കും വരിക. അപ്പം എഫ് ഓഫ് എക്സ് സൈൻ ട്രാൻസ്ഫോം ആയതുകൊണ്ട് തന്നെ സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ എന്താണ്, ഇ റേസ് ടു മൈനസ് എ എക്സ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. അപ്പോൾ നമ്മുടെ ഫോർമുലയിൽ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് ഇ റേസ് ടു മൈനസ് എ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് വരും? √2/π അതുപോലെ ഇട്ട് കൊടുക്കുക. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ ഇ റേസ് ടു മൈനസ് എ എക്സ് ഇട്ട് കൊടുത്തു. ബാക്കി സൈൻ ഒമേഗ എക്സ് ഡി എക്സ് അതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഈ പാർട്ട് നോക്കിക്കേ, ഇത് നമുക്ക് അറിയാവുന്ന ഒരു ഫോർമുലയാണ് അല്ലെ. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എ എക്സ് സൈൻ ബി എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് നമ്മൾ എളുപ്പത്തിൽ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്താണ്? ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ഇവിടെ എയുടെ സ്ഥാനത്ത് എ തന്നെയാണ്, ബിയുടെ സ്ഥാനത്ത് ഒമേഗയാണ് കിടക്കുന്നത്. നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വരും? √2/π ബി ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നായിരുന്നു നമ്മുടെ ഫോർമുല. അപ്പൊ ഇവിടെ ബിയുടെ സ്ഥാനത്ത് ഒമേഗ കൊടുത്താൽ മതി. അപ്പോൾ ഒമേഗ ബൈ എ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആണ്. ഏത് ഫംഗ്ഷന്റെ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഫോർ 0 ലെസ് ദൻ എക്സ് ലെസ് ദൻ 1, -1 ഫോർ 1 ലെസ് ദൻ എക്സ് ലെസ് ദൻ 2 ആൻഡ് 0 ഫോർ എക്സ് ഗ്രേറ്റർ ദൻ 2. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഉറപ്പായിട്ട് ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇമ്പോർട്ടന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഈ വീഡിയോസിലെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇവിടെ നമ്മളോട് ഫൊറിയർ കൊസൈൻ ട്രാൻസ്ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഫോർമുല എഴുതാം. എഫ് സി ഓഫ് ഒമേഗയാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പൊ ആദ്യം തന്നെ √2/π ഇട്ട് കൊടുക്കുക. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി, പുറത്ത് ഒമേഗയാണ്, അപ്പൊ ഇന്റഗ്രലിന്റെ അകത്തെല്ലാം എക്സിന്റെ ടേംസ് ആണ് വരുന്നത്. എഫ് ഓഫ് എക്സ് കൊസൈൻ ട്രാൻസ്ഫോം ആയതുകൊണ്ട് തന്നെ കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്നാണ് വരുന്നത്.
ഇനി ഇവിടെ നമുക്ക് വേണ്ടുന്ന റീജിയൻ എന്താണ്? 0 to ∞. നമുക്ക് 0 to ∞ വേണം. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇവിടെ എഫ് ഓഫ് എക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0 തൊട്ട് 1 വരെ ഒരു ഫംഗ്ഷൻ വാല്യൂ ആണ്, പിന്നെ 1 തൊട്ട് 2 വരെ വേറൊരു വാല്യൂ, 2 തൊട്ട് വേറൊരു വാല്യൂ. അപ്പൊ നമുക്ക് ഇവിടെ ഈ 0 to ∞ എന്നുള്ളതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. 0 to 1 വരെ ഒരു വാല്യൂ ഉണ്ട്, 1 to 2 അടുത്ത വാല്യൂ, പിന്നെ 2 തൊട്ട് വേറൊരു വാല്യൂ. അതായത് 0 to 1 വരെ നമ്മുടെ വാല്യൂ എഴുതാം, 1 ആണ് ഫംഗ്ഷൻ വാല്യൂ. ഇനി 1 to 2 നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ വരുന്നത് -1 ആണ്. 2 to ∞, അതായത് x greater than 2, ആ റീജിയനിൽ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. അതായത് നമുക്ക് ഇന്റഗ്രൽ 0 to ∞ എന്ന് പറയുന്നതിനെ ഇവിടെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? നമ്മൾ വരച്ചിരിക്കുന്നത് അനുസരിച്ച് 0 to 1 പ്ലസ് 1 to 2 പ്ലസ് ഇന്റഗ്രൽ 2 to ∞. പക്ഷെ ഇന്റഗ്രൽ 2 to ∞, ആ റീജിയനിൽ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ എന്താണ്? 0 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി രണ്ട് റീജിയൻസ് മാത്രം ഇവിടെ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? √2/π ഇന്റഗ്രൽ 0 to ∞ എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്നുള്ളതിനെ ഇന്റഗ്രൽ 0 to 1 ആദ്യത്തെ റീജിയനിൽ എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് പ്ലസ് അടുത്ത റീജിയൻ ഏതായിരുന്നു? ഇന്റഗ്രൽ 1 to 2 എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്ന് നമുക്ക് കൊടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കേ, √2/π ഇന്റഗ്രൽ 0 to 1 നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ എന്താണ്? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ് അല്ലെ? അപ്പൊ അതിന് നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് കൊടുക്കാം. ഇവിടെ 1 വരും. കോസ് ഒമേഗ എക്സ് ഡി എക്സ് അതുപോലെ നമുക്ക് കൊടുക്കാം. ഇതുപോലെ സെക്കൻഡ് റീജിയനിൽ, അതായത് ഇന്റഗ്രൽ 1 to 2, ആ റീജിയനിൽ നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ -1 ആണ്, അത് കൊടുക്കുക. -1 കോസ് ഒമേഗ എക്സ് ഡി എക്സ്. അപ്പൊ ഇനി സിമ്പിൾ ഇന്റഗ്രേഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. √2/π നമ്മൾ കൊടുക്കുന്നു. ഇനി ഇന്റഗ്രൽ 0 to 1 1 ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? ഇന്റഗ്രൽ 0 to 1 കോസ് ഒമേഗ എക്സ് ഡി എക്സ് തന്നെയാണത്. ഇന്റഗ്രൽ കോസ് ഒമേഗ എക്സ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗയാണ്. ഇനി നമ്മുടെ സെക്കൻഡ് പാർട്ട് നോക്കിക്കേ, അവിടെ ഇന്റഗ്രലിന്റെ അകത്ത് -1 കോസ് ഒമേഗ എക്സ് ഡി എക്സ് ആണ്. അപ്പൊ ആ മൈനസിനെ നമുക്ക് ഇങ്ങ് പുറത്തെടുക്കാം. പിന്നുള്ളത് ഇന്റഗ്രൽ കോസ് ഒമേഗ എക്സ് ഡി എക്സ് ആണ്. അതും എന്ത് തന്നെയാ? സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗ. ഇനി നമ്മുടെ ലിമിറ്റ്സ് 1 to 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ വരുന്നത്? √2/π. അത് നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കണം. ഇതിനുശേഷം എക്സിന്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കണം. അപ്പൊ എന്ത് വരും? സൈൻ ഒമേഗ ഇൻറ്റു 1 എന്ന് പറയുന്നത് ഒമേഗ മാത്രം വരും. ഇനി മൈനസ് സൈൻ ഒമേഗ ഇൻറ്റു 0 കൊടുക്കുമ്പോൾ സൈൻ 0, അതായത് 0 തന്നെ വരും. പിന്നെ ബൈ ഒമേഗ ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ സെക്കൻഡ് പാർട്ട് നോക്കിക്കേ, ഈ മൈനസിനെ നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഇവിടെ നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് ആദ്യം അപ്പർ ലിമിറ്റ് ആയി 2 ഇട്ട് കൊടുക്കുക, പിന്നെ എക്സിന്റെ സ്ഥാനത്ത് ലോവർ ലിമിറ്റ് ആയി 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് സൈൻ ഒമേഗ ഇൻറ്റു 2 എന്ന് വരും, അതായത് സൈൻ 2 ഒമേഗ എന്ന് നമുക്ക് എഴുതാം. മൈനസ് എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുമ്പോൾ സൈൻ ഒമേഗ, പിന്നെ ഹോൾ ഡിവൈഡഡ് ബൈ ഒമേഗ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതിനെല്ലാം ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അതായത് √2/π ബ്രാക്കറ്റിനുള്ളിൽ സൈൻ ഒമേഗ ബൈ ഒമേഗ. ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, ഈ മൈനസ് എന്ന് പറയുന്നത് ഈ ഫുൾ ടേമിന് കോമൺ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് മൈനസ് സൈൻ 2 ഒമേഗ പ്ലസ് സൈൻ ഒമേഗ ഹോൾ ഡിവൈഡഡ് ബൈ ഒമേഗ എന്നാണ് വരുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് ഫൈനലി എങ്ങനെ എഴുതാം? √2/π. ഒമേഗ ഡിനോമിനേറ്ററിൽ സെയിം തന്നെയല്ലേ? അപ്പൊ നമുക്ക് മുകളിൽ ന്യൂമറേറ്ററിന് എല്ലാം കൂടെ ഒരുമിച്ച് എഴുതാം. അപ്പൊ സൈൻ ഒമേഗ മൈനസ് സൈൻ 2 ഒമേഗ പ്ലസ് സൈൻ ഒമേഗ ബൈ ഒമേഗ എന്ന് വരും. അതായത് ഇതിനെ നമുക്ക് √2/π ബ്രാക്കറ്റിൽ ഈ സൈൻ ഒമേഗ രണ്ടെണ്ണം ഉണ്ട്, അതായത് ഇതിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 2 സൈൻ ഒമേഗ മൈനസ് ബാക്കിയുള്ളത് എന്താ? സൈൻ 2 ഒമേഗ. അതിനെ ഇവിടെ എഴുതുക ബൈ ഒമേഗ. ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന് വേണ്ടുന്ന ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഇതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമ്മളൊരു ഡിഫറെന്റ് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് 1/x എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫോർമുല എഴുതാം. ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 1/x എന്ന ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും? √2/π ഇന്റഗ്രൽ 0 to ∞. ഫംഗ്ഷന്റെ സ്ഥാനത്ത് നമ്മൾ 1/x ഇട്ട് കൊടുക്കുക, ബാക്കിയെല്ലാം സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഒമേഗ എക്സിനെ നമ്മളൊരു വേരിയബിൾ ടി എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യാണ്. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൊക്കെ ചെയ്യാറുള്ളത് പോലെ തന്നെ ഒമേഗനെ അതുപോലെ ഇടുക. എക്സ് എന്ന് പറയുന്നതിനെ നമ്മൾ ഡി എക്സ് എന്ന് എഴുതുന്നു, ടി എന്ന് പറയുന്നതിനെ മാറ്റി ഡി ടി എന്നുള്ള രീതിയിലും എഴുതുന്നു. ഇനി നമുക്ക് dx is equal to dt by ഒമേഗ എന്ന് കൂടി എഴുതാം.
അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ലിമിറ്റ്സ് കൂടി ചേഞ്ച് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ലോവർ ലിമിറ്റ് 0 ആയിരുന്നപ്പോൾ ടിക്ക് എന്ത് സംഭവിക്കും? ഇവിടെ ഒമേഗ എക്സ് ഇസ് ഈക്വൽ ടു ടി ആണ്. സോ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാലും ടി എന്ന് പറയുന്നത് 0, അതായത് ലോവർ ലിമിറ്റ് ചേഞ്ച് ചെയ്യുന്നില്ല. ഇനി അപ്പർ ലിമിറ്റ് നോക്കി, ഇവിടെ എക്സ് ഇൻഫിനിറ്റി ആണ് അപ്പർ ലിമിറ്റ് വരുന്നത്. അപ്പൊ എക്സിന് ഇൻഫിനിറ്റി കൊടുത്താൽ ഈ ഒരു ഫോർമുലയിൽ നമുക്ക് ടി എന്ന് പറയുന്നതും ഇൻഫിനിറ്റി ആയിട്ടേ കിട്ടുന്നുള്ളൂ, അതായത് ലിമിറ്റ്സിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. അപ്പൊ ഈ ഒരു സ്റ്റെപ്പിനെ നമ്മൾ ഇനി എങ്ങനെ എഴുതാൻ പോകുന്നത് നോക്കാം. റൂട്ട് 2/π നമ്മൾ പറഞ്ഞു ലിമിറ്റ്സിന് ചേഞ്ച് ഒന്നുമില്ല, സോ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി തന്നെയാണ് വരുന്നത്. ഇനി ഈ 1/xന്റെ സ്ഥാനത്ത് എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് ഇവിടെ നിന്നും t/ഒമേഗ എന്ന് കിട്ടും അല്ലെ. ഈ ഒരു ഇക്വേഷനിൽ നിന്നും നമ്മൾ എക്സ് ഈക്വൽ ടു t/ഒമേഗ എന്ന് എടുത്തു കഴിഞ്ഞാൽ 1/x എന്ന് പറയുന്നത് എന്താവും? റെസിപ്രോക്കൽ എടുക്കുക. ഇപ്പൊ t/ഒമേഗയുടെ റെസിപ്രോക്കൽ എന്താവും? ഒമേഗ/t എന്ന് വരും. ഇനി സൈൻ ഒമേഗ എക്സ്, അവിടെ നമ്മൾ എന്ത് കൊടുക്കുക? സൈൻ കൊടുക്കുക. ഒമേഗ എക്സിന് നമ്മൾ ഓൾറെഡി ടി എന്ന് കൊടുത്തില്ലേ, അപ്പൊ ഒമേഗ എക്സിന്റെ സ്ഥാനത്ത് ടി ഇട്ട് കൊടുക്കുക. ഡി എക്സിന് നമ്മൾ എങ്ങനെയാ കൊടുത്തത്? ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ഡി എക്സ് ഇസ് ഈക്വൽ ടു dt/ഒമേഗ. അപ്പൊ അതിനെ ഇവിടെ നമുക്ക് കൊടുക്കാം, ഡി എക്സിന്റെ സ്ഥാനത്ത് dt/ഒമേഗ. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒമേഗയും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി ബാക്കി എന്താ ഉള്ളത്? റൂട്ട് 2/π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ t/t dt. ഇനി ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ t/t dt എന്ന് പറയുന്നതിന്റെ വാല്യൂ π/2 ആണ്. ഇതിനെ നമ്മൾ ഡിറിച്ലെറ്റ്സ് ഇന്റഗ്രൽ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ ഒരു പ്രത്യേക മെത്തേഡ് ഒക്കെ ഉണ്ട്, അതിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പൊ ഇത് ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ t/t dt എന്ന് പറയുന്നത് π/2 ആണ് വാല്യൂ വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വരും? റൂട്ട് 2/π ഇൻറ്റു π/2 എന്ന് വരും. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും? റൂട്ട് 2/π എന്ന് പറയുന്നത് √2/√π എന്ന് നമുക്ക് എഴുതാം. അതായത് 2നും പൈക്കും റൂട്ട് ഉണ്ട്, ഇവിടെ ഇൻറ്റു π/2. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? ഈ പൈ എന്ന് പറയുന്നത് എന്താണ്? √π ഇൻറ്റു √π അല്ലേ. അതുപോലെ ഈ 2 എന്ന് പറയുന്നത് √2 ഇൻറ്റു √2 അല്ലേ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ക്യാൻസൽ ചെയ്യാമല്ലോ. ഒരു √π ക്യാൻസൽ ചെയ്യാം, ഒരു √π കളയാം. അതുപോലെ ഇവിടുന്ന് ഒരു √2, ഇവിടുന്ന് ഒരു √2. ഇനി ബാക്കി എന്താ ഉള്ളത്? √π/√2. അതായത് ഇതിനെ നമുക്ക് ഒരുമിച്ച് √π/2 എന്ന് എഴുതാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോം ആണ് ഓഫ് ദ ഫംഗ്ഷൻ f of x is equal to sin x for 0 less than or equal to x less than or equal to a and 0 for x greater than a. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഫൊറിയർ സൈൻ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എഴുതാം. എഫ് എസ് ഓഫ് ഒമേഗ എന്നായിരുന്നു നമ്മൾ അതിന് നൊട്ടേഷൻ പഠിച്ചിരുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനെ ക്യാപിറ്റൽ എഫ് എസ് ഓഫ് സ്മോൾ എഫ് ഇങ്ങനെയും വിളിക്കാറുണ്ട്. അപ്പൊ ഇത് രണ്ടും സെയിം ആണെന്ന് ഓർത്തോളണം. അപ്പൊ ഇതിന്റെ ഫോർമുല നമ്മൾ എങ്ങനെയായിരുന്നു പഠിച്ചത്? റൂട്ട് 2/π ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ് എന്നായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടുന്നത് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ആണ്. നമുക്കിതൊന്ന് വരച്ചു നോക്കാം. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഫംഗ്ഷൻ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, ഇവിടെ തന്നിരിക്കുന്നത് ഫംഗ്ഷൻ എവിടെ വെച്ച് സ്പ്ലിറ്റ് ആവുന്നത്? എയിലാണ്. അപ്പൊ നമുക്കിവിടെ എ മാർക്ക് ചെയ്യാം. ഇനി 0 ടു എയില് ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് സൈൻ എക്സും എക്സ് ഗ്രേറ്റർ ദാൻ എ, അതായത് എ ടു ഇൻഫിനിറ്റിയിൽ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 0യുമാണ്. അതായത് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഇന്റഗ്രൽ 0 ടു എ പ്ലസ് ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി. ഇതിൽ ഇന്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ഈ റീജിയനിൽ നമ്മുടെ ഫംഗ്ഷൻ വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇന്റഗ്രൽ 0 ടു എ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അടുത്ത സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 2/π ഇന്റഗ്രൽ 0 ടു എ മാത്രം മതി നമ്മൾ പറഞ്ഞു. ആ റീജിയനിൽ നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? സൈൻ എക്സ് ആണ്. ബാക്കി ഈ സൈൻ ഒമേഗ എക്സ് ഡി എക്സ് അതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഇന്റഗ്രലിന്റെ അകത്ത് കിടക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചേ, ഇത് ഏത് ഫോമില കിടക്കുന്നത്? സൈൻ എ സൈൻ ബി എന്നുള്ളൊരു ഫോമിലാണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് എക്സും ബിയുടെ സ്ഥാനത്ത് ഒമേഗ എക്സും ആണ് കിടക്കുന്നത്. അപ്പൊ നമുക്കറിയാം സൈൻ എ സൈൻ ബി എന്ന ഫോമുല എന്താണ്? 1/2 ഇൻറ്റു കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി ആണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഫോർമുലാസും ഞാനൊരു ലിസ്റ്റ് ആയിട്ട് എൻ്റെ ഫൊറിയർ ഇന്റഗ്രൽ പാർട്ട് 1 വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ഈ സ്റ്റെപ്പിൽ ഈ ഫോർമുല ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് വരിക? റൂട്ട് 2/π ഇന്റഗ്രൽ 0 ടു എ. ഇനി സൈൻ എക്സ് സൈൻ ഒമേഗ എക്സിന്റെ സ്ഥാനത്ത് ഈ ഒരു ഫോർമുല ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ 1/2 വരും ബ്രാക്കറ്റിൽ കോസ്
എ മൈനസ് ബി, അതായത് ഇവിടെ എ എന്ന് പറയുന്നത് എക്സ് ആണ്, ബി എന്ന് പറയുന്നത് ഒമേഗ എക്സ് ആണ്. അപ്പൊ എ മൈനസ് ബി എന്ന് പറയുന്നത് എക്സ് മൈനസ് ഒമേഗ എക്സ് എന്ന് വരും. മൈനസ് കോസ് എ പ്ലസ് ബിയുടെ സ്ഥാനത്ത് എന്ത് വരും? എക്സ് പ്ലസ് ഒമേഗ എക്സ് എന്നാണ് വരുന്നത്. ഇന്റഗ്രലിന്റെ അകത്ത് കിടക്കുന്ന 1/2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് അതിനെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ √2/π ഇൻറ്റു 1/2 എന്നായി. ഇനി നോക്കിക്കേ, ഇന്റഗ്രൽ 0 ടു എ, ഇവിടെ കോസ് എക്സ് മൈനസ് ഒമേഗ എക്സ് എന്നല്ലേ, അതിൽ നിന്ന് നമുക്ക് എക്സിനെ ഇനി പുറത്തേക്ക് എടുക്കാം, കോമൺ ആയതുകൊണ്ട്. അപ്പോൾ കോസ് 1 മൈനസ് ഒമേഗ എക്സിനെ നമ്മൾ പുറത്തെടുത്തു. ഈ ഫുൾ ടേം കോസിനുള്ളതാണ്. ഇനി രണ്ടാമത്തെ ടേം നോക്കിക്കേ, കോസ് എക്സ് പ്ലസ് ഒമേഗ എക്സ്, അവിടെ നിന്ന് നമുക്ക് എക്സിനെ ഇങ്ങനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ 1 പ്ലസ് ഒമേഗ ഇൻറ്റു എക്സ് എന്ന് വരും. പിന്നെ മൊത്തത്തിൽ നമ്മൾ ഡി എക്സ് എന്ന് കൊടുക്കുക. ഇനി ഇവിടെ ഒരു √2ഉം ഇവിടെ ഒരു 2ഉം കിടപ്പുണ്ട്. സോ നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കതിനെ 1/√2π എന്ന് എഴുതാൻ പറ്റും. ഇന്റഗ്രൽ 0 ടു എ, ഇതിനെ ഈ ഇന്റഗ്രലിന്റെ അകത്ത് കിടക്കുന്നതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 0 ടു എ കോസ് 1 മൈനസ് ഒമേഗ എക്സ് ഡി എക്സ്, ഇതാണ് ഫസ്റ്റ് ടേം വരുന്നത്. ഇനി ഇതുപോലെ സെക്കൻഡ് ടേം എങ്ങനെ എഴുതാൻ പറ്റും? ഇന്റഗ്രൽ 0 ടു എ കോസ് 1 പ്ലസ് ഒമേഗ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഇനി സിമ്പിൾ ഇന്റഗ്രേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 1/√2π കോൺസ്റ്റന്റിനെ അതുപോലെ ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇന്റഗ്രൽ 0 ടു എ കോസ് 1 മൈനസ് ഒമേഗ എക്സ്, അതിൽ ഈ 1 മൈനസ് ഒമേഗ എന്ന് പറയുന്നത് എന്താ? ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഇന്റഗ്രൽ കോസ് ആണ് ചെയ്യേണ്ടുന്നത്. അതായത് ഇവിടെ സൈൻ കോൺസ്റ്റന്റ് ആയ 1 മൈനസ് ഒമേഗ എക്സ്, കോൺസ്റ്റന്റിനെ നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് എടുക്കുന്നു. അപ്പോൾ 1 മൈനസ് ഒമേഗ എന്ന് വരും. ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക 0 ടു എ. ഇതുപോലെ സെക്കൻഡ് പാർട്ട് എങ്ങനെ വരും? മൈനസ് ഓഫ്, അവിടെയും ഇന്റഗ്രൽ കോസ് തന്നെയാണ്. സൈൻ 1 പ്ലസ് ഒമേഗ എക്സ് ബൈ കോൺസ്റ്റന്റിനെ ഡിനോമിനേറ്ററിലും കൊടുക്കുക. അപ്പോൾ 1 പ്ലസ് ഒമേഗ എന്ന് വരും. ലിമിറ്റ്സ് 0 ടു എ തന്നെയാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എക്സിന്റെ സ്ഥാനത്തെല്ലാം ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ 1/√2π സൈൻ 1 മൈനസ് ഒമേഗ, ആദ്യം നമുക്ക് അപ്പർ ലിമിറ്റ് ആയ എ കൊടുക്കാം. അപ്പൊ എന്ത് വരും? ഇവിടെ എ വരും. മൈനസ് അടുത്ത എക്സിന്റെ സ്ഥാനത്ത് 0 കൊടുക്കുക. അപ്പൊ സൈൻ 0 എന്ന് വരും. അത് 0 തന്നെയല്ലേ? ബൈ 1 മൈനസ് ഒമേഗ. ഇനി നമ്മുടെ സെക്കൻഡ് പാർട്ട് നോക്കിയേ, അവിടെ എക്സിന്റെ സ്ഥാനത്ത് ആദ്യം എ കൊടുക്കുക. അപ്പൊ എന്ത് വരും? സൈൻ 1 പ്ലസ് ഒമേഗ എ മൈനസ് വീണ്ടും എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ ലോവർ ലിമിറ്റ് ആയ 0 കൊടുക്കുന്നു. അപ്പോൾ സൈൻ 0 എന്ന് പറയുന്നത് 0 ആകും. ഞാൻ 0 തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്. ഡിനോമിനേറ്ററിൽ 1 പ്ലസ് ഒമേഗയും കൊടുത്തു. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 1/√2π സൈൻ 1 മൈനസ് ഒമേഗ എ ബൈ 1 മൈനസ് ഒമേഗ മൈനസ് സൈൻ 1 പ്ലസ് ഒമേഗ എ ബൈ 1 പ്ലസ് ഒമേഗ. ഇങ്ങനെയാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്.